This is limited edition. മുഖ്യമന്ത്രി വി ഡി സതീഷിൻ്റെ പദപ്രയോഗം കടമെടുത്താൽ അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ ഈ തിരഞ്ഞെടുപ്പിലെ വിസ്മയമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ 75 വർഷത്തിലെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ MLA. അതും കോഴിക്കോട് ജില്ലയിലെ ചുവപ്പ് കോട്ടയായ പേരാമ്പ്രയിൽ LDF കൺവീനർ TP രാമകൃഷ്ണനെ 5087 വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട്. Welcome to podcast series of limited edition. Thank you, sir. Congratulations from me and from the crew here. I know. Thank you very much. I'm And humbled. This is not a small feat. I know. 977 എമർജൻസി കഴിഞ്ഞിട്ട് 977 KC ജോസഫ് കോൺഗ്രസ് നേതാവ് അവിടെ ജയിച്ചു. 80 ഇലക്ഷൻ തൊട്ട് ഇന്ന് വരെ, ഈ കഴിഞ്ഞത് വരെ 2021 വരെ എല്ലാം CPM നേതാക്കൾ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അവിടെയാണ് TP രാമകൃഷ്ണൻ്റെ 22,000 വോട്ട് ഭൂരിപക്ഷം താഴെ കൊണ്ടുവന്ന് 5087 വോട്ടിൽ ജയിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഇറ്റ്സ് നോട്ട് എ ജോക്ക്. ടെൽ us about you. നമ്മുടെ പോഡ്കാസ്റ്റ് വ്യൂവേഴ്സിന് അവരാരും പേരാമ്പ്ര വന്നിട്ടില്ല, വല്ലപ്പോഴും TV യിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പലരും എന്നെ വിളിച്ച് ചോദിച്ചിട്ട്, കണ്ടോ അവിടെ ഒരു കുട്ടി ഇത്രയും കാര്യമായിട്ട് തീപ്പാറുന്ന പ്രസംഗം, ലൈക്ക് എ ബട്ടർഫ്ലൈ, യു ആർ ഗോയിങ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, ഇംപ്രസിങ് പീപ്പിൾ. എങ്ങനെയായിരുന്നു ഇലക്ഷൻ ക്യാമ്പയിൻ? All of a sudden ആണ് ഞാൻ പേരാമ്പ്രയിൽ എത്തുന്നത്. ആൻഡ് ഐ മസ്റ്റ് സേ ഇത് എൻ്റെ പാർട്ടി ലീഡേഴ്സിൻ്റെ ഒരു മാജിക്കാണ്. ലൈക്ക് എനിക്ക് പോലും അറിയില്ലായിരുന്നു എന്നെ പേരാമ്പ്രയിലേക്ക് മത്സരിപ്പിക്കാൻ അയക്കുമെന്ന്. അതിൻ്റെ ഒരു ചെറിയ ഹിൻഡ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് എൻ്റെ പ്രസിഡൻറ്റ് മിസ്റ്റർ പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഹീസ് എ മെജിഷ്യൻ ആക്ച്വലി. നമ്മളിപ്പം എന്നെക്കുറിച്ച് ഓരോ വ്യക്തിയും ആ വ്യക്തിയെക്കുറിച്ചിട്ട് ഒരു കാഴ്ചപ്പാടുണ്ടാവും. നമ്മളെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊരു സെൽഫ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് പേരാമ്പ്രയിൽ ചെന്ന് അവിടെ മത്സരിച്ച് അവിടെ ഒരു ഫൈറ്റ് ആ രൂപത്തിലൊരു ഇടപെടൽ നടത്തി ജയിക്കാൻ പറ്റുമെന്ന് എൻ്റെ ലീഡേഴ്സിന് ആത്മവിശ്വാസം ഉള്ളായത് കൊണ്ടാണല്ലോ എന്നെ പറഞ്ഞയക്കുന്നത്. അപ്പം ട്രൂലി ഇതൊരു മാജിക്കൽ തീരുമാനമായിരുന്നു. അത് വർക്കൗട്ടായി എന്നുള്ളതാണ് അതിനേക്കാൾ വലിയൊരു സംഭവം. ഞാൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം, എങ്ങനെയാണ് എന്നെ അങ്ങനെ തീരുമാനിച്ചതെന്നാണ്. അപ്പോൾ എന്തായാലും എൻ്റെ മൈൻഡിൽ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, പേരാമ്പ്രയിലേക്ക് പോകുമ്പം അവിടെ ചെന്ന് എൻ്റെ മാക്സിമം കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാം. ഐ ഡിഡ് 100%. എനിക്കതിൽ നിരാശ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഈ ടൈം യൂസ് ചെയ്യാമായിരുന്നു, കുറച്ച് സമയം ഞാൻ വേസ്റ്റ് ചെയ്തു പോയി എന്നുള്ള തോന്നൽ, എന്നുള്ളൊരു റിഗ്രറ്റ് ഈ ഇലക്ഷന് ശേഷം എനിക്ക് ഉണ്ടാവരുത് എന്നുള്ള വളരെ നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ടൈം വേസ്റ്റ് ചെയ്തില്ല, ഹാർഡ് വർക്ക് ചെയ്തു, ആൻഡ് ഇറ്റ് വർക്ക്ഡ് ഔട്ട്. അവിടെ എങ്ങനെയാണ് പാർട്ടിയുടെ സംഘടനാ ബലവും പാർട്ടിയുടെ സ്ട്രക്ചറും പല ശ്രേണികളിലുള്ള ഭാരവാഹികളും ഒക്കെ ഉണ്ടല്ലോ. ഇത് പലപ്പോഴും UDFനെ പറ്റി നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ഒരു കാഡർ ബേസ്ഡ് സംവിധാനമല്ലാത്തത് കൊണ്ട് അതിൻ്റെ പോരായ്മകളൊക്കെ ഇങ്ങനെയുള്ള ക്യാമ്പയിനിങ്ങിൻ്റെ സമയത്ത്, ഇലക്ഷനറിങ്ങിൻ്റെ സമയത്ത് റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. ഹൗ വാസ് ദി UDF ഓർഗനൈസേഷനലി ഇത്? എനിക്ക് തോന്നുന്നതേ, ഇപ്പോൾ പേരാമ്പ്രയിലേക്ക് ഞാൻ മുമ്പ് ഒരുപാട് തവണ സഞ്ചരിച്ചിട്ടുണ്ട് ആസ് പാർട്ട് ഓഫ് മൈ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്. അവിടെ പല സ്ഥലങ്ങളും ഞാൻ ഡീപ്പ് റൂട്ട് ലെവലിലുള്ള ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. ലൈക്ക് ഈവൻ പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഞാൻ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിൽ ഈ ജേർണിയിൽ ഒരു പക്ഷേ കൂടുതൽ സഞ്ചരിച്ചൊരു സ്ഥലം അതായിരിക്കും. നമുക്ക് അവിടെ ഒരു MLA ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അവിടെ അത്തരത്തിലുള്ള ഒരു പഞ്ചായത്ത് ഭരണം പോലും ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പോടെയാണ് വരുന്നത്. ലൈക്ക് 6 പഞ്ചായത്ത് ഇപ്പോൾ നമ്മൾ ഭരിക്കുന്നുണ്ട്. ബാക്കി ഈ 4 പഞ്ചായത്തുകളും LDFൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകളിലായിട്ട് നേരത്തെ എനിക്ക് കണക്ഷൻ ഉണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ഫാമിലി റൂട്ട്സ് ഉണ്ട് അവിടെ. എൻ്റെ ഒരുപാട് ഫ്രണ്ട് സർക്കിളുള്ള സ്ഥലമാണത്. അപ്പോൾ എനിക്കിതൊരു ന്യൂ പ്ലേസ് അല്ലായിരുന്നു, ഒരിക്കലും ഒരു ന്യൂ പ്ലേസ് അല്ല. പിന്നെ ഞാൻ അവിടെ എലക്ഷൻ ഇറങ്ങിയത് മുതൽ ടീം UDF എന്നുള്ള
നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പദമുണ്ടല്ലോ, അത് അർത്ഥവത്താവുന്ന ഒരു സ്ഥലമാണത്. എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. എല്ലാവരും ഒറ്റക്കെട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ അതിശയം തോന്നി. നമ്മൾ ലീഗ് ഏത് കോൺഗ്രസ് ഏത് എന്ന് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള വർക്ക് ഹോളിക് ആയിട്ടുള്ള ആളുകളുണ്ട് അവിടെ. UDFൻ്റെ അത്രയും വർക്ക് ഹോളിക് ആയിട്ടുള്ള ആളുകൾ. ഒരുപക്ഷെ നിങ്ങൾക്ക് മുമ്പ് MLA ഉണ്ടായിട്ടുണ്ടാവില്ല അവിടെ, അല്ലെങ്കിൽ അങ്ങനെ ചുവപ്പ് മണ്ണ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടാകാം. പക്ഷെ അതൊന്നും അല്ല. അവിടുത്തെ ആളുകൾക്ക് ഇത്തവണ ജയിക്കൽ നിർബന്ധമാണ്. ഇത് ഞങ്ങളെ മണ്ണാണ്. ഇത് നിങ്ങൾ വേറെ എന്ത് പേരിട്ട് വിളിച്ചാലും, ഏത് ചുവപ്പ് കോട്ട എന്ന് നിങ്ങൾ വിളിച്ചാലും അതങ്ങനല്ല എന്ന് പറയിപ്പിക്കാൻ, അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തകരുണ്ടായി. തീർച്ചയായിട്ടും ഈ വിജയത്തിൻ്റെ പിന്നിൽ അവർ തന്നെയാണ്. അവരെടുത്ത വലിയ എഫേർട്ട് ഞാൻ കാണുന്നുണ്ട്, അവരുടെ ആഗ്രഹം കാണുന്നുണ്ട്. ഇനി ഇതിനപ്പുറത്തേക്കൊരു കാര്യം പറയേണ്ടതുണ്ട് എനിക്ക്. അവിടെ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത ആൾക്കാരെക്കാൾ അപ്പുറത്തേക്ക് വീടിനകത്ത് നിന്ന് പ്രാർത്ഥിച്ച ആളുകളുണ്ട്. കട്ടിലിൽ പിന്നെ എന്താ പറയുക, ഈ ഓക്സിജൻ ഇത് വെച്ചിട്ട് ലാസ്റ്റ് മൊമെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ലാസ്റ്റ് ബ്രീത്ത് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. കൈ കൊടുത്തപ്പം കണ്ണിൽ നിന്ന് വെള്ളം വന്ന് എനിക്ക് ഭയങ്കര ഇമോഷണലായി തോന്നി. എന്നോട് പറഞ്ഞു, ഈ May 4th വരെ കുട്ടി ഞാൻ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല, പക്ഷേ ഐ വോണ്ട് ടു സീ യു വിനിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ എത്രയോ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അവരെ പ്രാർത്ഥനയായിട്ട് അത് മാറുന്നത്. ഇവിടെ ഇല്ലാത്ത എക്സ്പാട്രിയേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഹ്യൂജ് ആയിരുന്നു ആ സമയത്ത് ഫ്ലൈറ്റ് ചാർജ്. വരാൻ പറ്റിയില്ല. ഇവിടേക്ക് വിളിച്ച് പറഞ്ഞ് വോട്ട് ചെയ്യിപ്പിച്ച ആളുകളുണ്ട്. ഇനി അവിടെ നിന്ന് അവർക്ക് എങ്ങനെ എൻഗേജ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഇടപെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊരു എന്താ പറയുക, എല്ലാവരും ഏറ്റെടുത്തൊരു തിരഞ്ഞെടുപ്പ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും വാലിലൊരാൾ കുടുംബത്തിൽ പേരാമ്പ്രയിലാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ആ കുടുംബ വീട്ടിൽ പോയി വോട്ട് ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊരു, എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഏതൊക്കെ ഭാഗത്ത്, ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ, ഇനി കേരളത്തിന് പുറത്താണെങ്കിൽ പേരാമ്പ്രയിൽ തനിക്കൊരു വോട്ട് ഉണ്ടെന്ന് തോന്നിയിട്ട് ഇടപെട്ടിട്ട് അത്രയും ആത്മാർത്ഥമായിട്ട് അവിടെ UDF വിജയിക്കണം എന്നാഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. എന്നെ പേരാമ്പ്രയിലുള്ള വോട്ടർമാർ അവരുടെ സ്വന്തം ആളായിട്ട് സ്വീകരിച്ചു. അവർ വിശ്വാസം അർപ്പിക്കാൻ പറ്റിയ ആളായിട്ട് സ്വീകരിച്ചു. അവർക്ക് എന്തും പറയാൻ പറ്റിയ ആളായിട്ട് സ്വീകരിച്ചു. അത് എല്ലാ കാലത്തും അവരുടെ വിശ്വാസത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ വലിയ ഉത്തരവാദിത്തമാണ്. അങ്ങനെ അവരെനിക്ക് തന്ന സ്നേഹമുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കും. വളരെയേറെ പ്രതീക്ഷകൾ, മാനത്തോളം ഉയർന്ന പ്രതീക്ഷകളാണ് അവർക്കുള്ളത്. പക്ഷേ ഈ നമ്മൾ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു MLA ആയതൊന്നുമല്ലോ. എത്രയോ കാലം തൊട്ടേ സംഘടനാ പ്രവർത്തനത്തിലുണ്ട്. ആദ്യം MSF ഉണ്ടായിരുന്നു. MSF നാഷണൽ വൈസ് പ്രസിഡൻ്റ്, ഉപാധ്യക്ഷയായിരുന്നു. അത് കഴിഞ്ഞിട്ട് യൂത്ത് ലീഗ് വരുന്നുണ്ട് അല്ലേ? അതെ. പിന്നെ MSFൻ്റെ വനിതാ വിഭാഗമായിട്ടുള്ളൊരു ഹരിത ഫാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഒരു നോക്കുമ്പം വളരെ ഈസി ആയിട്ടുള്ളൊരു ലൈഫ് അല്ലായിരുന്നു. ഇറ്റ് വാസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ് ഫോർ യു അല്ലേ? യുവക് അത് കൂടെ LLB പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് വിവാഹം. അല്ലല്ല, LLB പഠിക്കുമ്പോഴാണ്. LLB പഠിക്കുമ്പോഴാണ്. അത് കഴിഞ്ഞ് ഉദാസീനതയില്ലായിരുന്നു, LLM എടുത്തു അല്ലേ? അതിനിടയിൽ ഞാൻ ഫോക്ലോർ ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പിന്നെ വൈസ് സെക്രട്ടറി, ഇതെല്ലാമായിരുന്നു. പക്ഷേ സ്ട്രഗിളിൻ്റെ കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ. അത് ഞങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ഹരിത എന്ന് പറയുന്ന ഒരു സംഭവം അത് കാണിക്കുന്നത് യുവർ ഓൺ ഫൈറ്റ് ഫോർ എ ന്യൂ പാരഡൈം വിത്തിൻ, പുറത്തുനിന്നല്ല, വിത്തിൻ യുവർ പേരൻറ്റ് പാർട്ടി. ഇതിങ്ങനെ നടക്കണം, അതിന് വേണ്ടിയുള്ളൊരു ഒരു ഫൈറ്റ്, ഒരു സ്ട്രഗിള്, ഒരു ക്രൂസൈഡ് ഇതിനകത്ത് തന്നെയാണ്. യു ക്യാരിഡ് ഓൺ ദാറ്റ് അല്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ യഥാർത്ഥത്തിൽ വളരെ ആക്റ്റീവായിട്ടുള്ള പൊളിറ്റിക്സിലേക്ക് വരുന്നത് ഹരിതയിലൂടെയാണ്. ലൈക്ക് ഫ്രം 2012 ഞാൻ ലോ കോളേജ് പഠിക്കുന്ന സമയത്ത് അന്ന് നമുക്ക് വർക്ക് ചെയ്യാനൊരു സ്പേസ് ഇല്ല. ലൈക്ക് നിങ്ങൾക്ക് ഡെസിഗ്നേഷനൊന്നുമില്ല, നിങ്ങൾ വർക്കറാണ്. യു ടേക്ക് എ മെമ്പർഷിപ്പ്, ഓക്കെ ഐ ആം എൻ MSF പേഴ്സൺ, അങ്ങനെയാണ്. അപ്പോൾ ലോ കോളേജിൽ ആ സമയത്ത് MSF എന്ന് പറയുന്ന സംഘടന വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. യൂണിയനൊക്കെ ആ കാലങ്ങളായിട്ട് SFI ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനമായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ 2012 അങ്ങനെ ലോ കോളേജിൽ വരുന്നു. ഒരു സാറ്റർഡേ എനിക്കൊരു കോൾ വരുന്നു,
ഒരു പ്രോഗ്രാം ഉണ്ട് MSFൻ്റെ, ഗോ ആൻഡ് അറ്റൻഡ്, ഗേൾസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് എന്ന് പറഞ്ഞിട്ടൊരു കോൾ വരുന്നു. അന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ ഐ ടുക്ക് ആസ് ലൈക്ക് ഓക്കെ പോവാം, എപ്പോഴെങ്കിലും ഒന്ന് പോയിട്ട് പരിപാടിക്ക് പോവാം. ആ സമയത്ത് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കോടതിയിൽ, എനിക്ക് ഓർമ്മയുണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ വളരെ സ്വാഭാവികമായിട്ട് എന്തോ ഒരു പരിപാടി നടക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് കാണാൻ പോവാന്നുള്ളൊരു വളരെ ലാഘവത്തോടെയാണ് പോയത്. അങ്ങനെ ആ പ്രോഗ്രാം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. പോയപ്പോൾ ആരുമില്ല, ഒരു ബാനർ കണ്ടു, ഇങ്ങനെ ഉള്ളിൽ കയറി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഡൗട്ട് ചെയ്തു പരിപാടി കഴിഞ്ഞു എന്ന്. പിന്നെ നോക്കിയപ്പം പരിപാടി കഴിഞ്ഞിട്ടില്ല, ആൾക്കാർ വരുന്നേ ഉള്ളൂ, കുറച്ച് ലേറ്റായി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ ആൾക്കാർ വരുമ്പോൾ ഭയങ്കര വൗ ഫാക്ടറിൽ ഞാൻ ഇങ്ങനെ നിൽക്കുക. കാരണം ബസ് ഫുള്ള് കുട്ടികൾ, പെൺകുട്ടികൾ വരുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു അനുഭവം അത്രയും ദിവസമായിട്ട് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ വളരെ ഫ്യൂ മെമ്പേഴ്സ് ഉള്ള ഒരു ഓർഗനൈസേഷനാണ് എൻ്റെ കോളേജിൽ ഉണ്ടായിരുന്നത്. MSFൽ അത്ര കുട്ടികളെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മുമ്പ് സ്കൂളിങ്ങിൽ നമുക്കവിടെ പൊളിറ്റിക്സ് ഇല്ല, പക്ഷേ എന്നാലും നമ്മൾ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിരുന്നു. ഞാൻ അവിടെയുള്ള സ്കൂൾ ഇലക്ഷനുകൾ ഉണ്ടല്ലോ, അതൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അന്ന് മത്സരിച്ചിട്ടില്ലെങ്കിലും അത് നിയന്ത്രിക്കുന്ന ഒരു ഭാഗത്തിൽ എനിക്ക് അങ്ങനത്തെ ചാൻസസ് കിട്ടിയാൽ ഞാൻ വെറുതെ വിടാറില്ല. എനിക്ക് ഇടപെടണം, എനിക്കത് ഒന്ന് റൺ ചെയ്യാൻ, ആ മെക്കാനിസം റൺ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അന്ന് ഞാൻ അതിൻ്റെ ഭാഗമായിരുന്നു. സ്കൂളാണല്ലോ, +1 +2 പഠിക്കുമ്പോൾ, +2 പഠിക്കുന്ന സമയത്താണത്. ജൂനിയേഴ്സ് ഉണ്ടാകുമ്പോൾ ജൂനിയേഴ്സ് പ്രത്യേകിച്ച് നമ്മളൊന്ന് പറയുന്നത് കേൾക്കുമല്ലോ, സീനിയോറിറ്റിയിൽ അങ്ങനെ. അപ്പം അത് ഞാൻ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ, വളരെ ആവേശത്തോടെ ആൾക്കാർ മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങുന്നതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. പെട്ടെന്ന് എനിക്ക് ഫോൺ കോൾ വരികയാണ്, ഈ പരിപാടിയുടെ അധ്യക്ഷത തഹ്ലിയ വഹിക്കണം എന്ന് പറഞ്ഞിട്ട്. ആ മൊമെൻ്റാണ് എൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് മാറിയത്. 2012 സെപ്റ്റംബർ 12 നളന്ദ ഓഡിറ്റോറിയം, കാലിക്കറ്റ്. ഗസ്റ്റ് തമിഴച്ചി തങ്കപ്പാണ്ഡ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ തമിഴ്നാട് കഴിഞ്ഞ മിനിസ്റ്ററായിരുന്നു അവർ, തോന്നുന്നു, പോയിട്ടൊക്കെയാണ് അവർ. അപ്പം അങ്ങനത്തെ ഒരു ക്രൗഡ്. അപ്പം ഞാൻ ആ പരിപാടിക്ക് വരുന്നു. സ്റ്റേജിലൊക്കെ വലിയ വലിയ ആളുകൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള, ബഷീർ സാഹിബിനെ പോലെ, സമദാനി സാഹിബിനെയൊക്കെ പോലത്തെ വലിയ ആൾക്കാരിയ്ക്കുന്നു. ആ പ്രോഗ്രാമിൽ ഞാൻ കയറിയിട്ട് അധ്യക്ഷത വഹിക്കുന്നു. അപ്പോൾ എനിക്കിങ്ങനെ, ഞാൻ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലിരുന്ന് കുട്ടികളൊക്കെ, എനിക്ക് ഈ ഗേൾസ് ട്രൈബ് എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു പുള്ളിങ് ഔട്ടായിട്ടുള്ളൊരു എനർജി ഉള്ളൊരു സംഭവമാണ്. ഞാനിങ്ങനെ അവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. അതിൻ്റെ ഇടയിൽ പ്രഖ്യാപനം വരുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞ് മീഡിയക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് ഹൗ ഡു യു ഫീൽ എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഫസ്റ്റ് ഹരിത കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് എന്നെ അനൗൺസ് ചെയ്തു എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ അനൗൺസ്മെൻ്റൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ മുതലാണ് എൻ്റെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാകുന്നത്. ഹരിത ഫോം ചെയ്യുന്നതിൽ നേതൃത്വം വഹിച്ച ആളല്ലേ? അതെ, ഹരിതയുടെ ഫസ്റ്റ് ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ഫസ്റ്റ് ജനറൽ സെക്രട്ടറി. ഹരിത എന്ന് പറയുന്നത് MSFൻ്റെ പോഷക ഘടകമാണ്. ദെൻ ലേറ്റർ ഞാൻ അതിൻ്റെ പ്രസിഡൻ്റായി, ഹരിതയുടെ പ്രസിഡൻ്റായി. ദെൻ അത് കഴിഞ്ഞു ഞാൻ MSFൻ്റെ ഫസ്റ്റ് MSF നാഷണൽ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായി. ഫസ്റ്റ് MSF നാഷണൽ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായി. ഞാൻ മാത്രമേ ഒരു ഗേളായിട്ടുണ്ടായിരുന്നുള്ളൂ. അതും എനിക്ക് തോന്നുന്നു ലീഗിലെ ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഒക്യുപ്പൈ ചെയ്യുന്ന ഒരാളായിരിക്കും ഞാൻ. ആദ്യമായി MSF എന്ന് പറയുമ്പോൾ അത് ജനറൽ ഓർഗനൈസേഷനാണ്, നോട്ട് ജസ്റ്റ് ഫോർ മെൻ ഓർ. പിന്നെ അത് കഴിഞ്ഞു ഞാൻ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി. അപ്പോഴും ജനറൽ പോസ്റ്റിലേക്ക്, യൂത്ത് ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് വന്നു. പിന്നെ അതിനുശേഷം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളുണ്ടായി. MSFൽ പെൺകുട്ടികൾ വന്നു. യൂത്ത് ലീഗിൽ ഇപ്പോൾ 20% റിസർവേഷനാണ്. നിർബന്ധമായിട്ടും കമ്മിറ്റിയിൽ നിങ്ങൾ 20% ലേഡീസിനെ വെക്കണം എന്നുള്ളത് ഞങ്ങൾ ഓർഡർ ഇറക്കി. ഞങ്ങൾ ഇപ്രാവശ്യത്തെ മെമ്പർഷിപ്പിൻ്റെ ഭാഗമായിട്ട് 20% നിർബന്ധമാണെന്നാണ് സ്റ്റേറ്റ് കമ്മിറ്റി എടുത്ത തീരുമാനം. എന്നിട്ട് ഹരിതയിൽ നിൽക്കുന്ന സമയത്തെ ഒരു ചെറിയ പേരൻ്റ് ഓർഗനൈസേഷനുമായിട്ട് ഒരു ചെറിയ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്ലി സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തോന്നുന്ന കാര്യം, എവിടെയും എല്ലാ ഓർഗനൈസേഷനിലും, അത് ഓർഗനൈസേഷൻ എന്ന് വേണ്ട, ഒരു ചേഞ്ച്, നമ്മൾ ഈ ജനറേഷൻ ചേഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു ബ്രേക്ക്, അത് നിങ്ങളത് അതിൻ്റെ ഭാഗമാവുന്നതല്ല. ഒബ്വിയസ്ലി അത് നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യം, ഓർഗാനിക്കലി സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ എടുത്തു നോക്കൂ നിങ്ങൾ, ഫിലിം
ഫിലിം ഫീൽഡിൽ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നു. എങ്ങനെ ശ്വേതാ മേനോൻ ഇപ്പോൾ പ്രസിഡൻ്റായി മാറി, അത് എനിക്ക് തോന്നുന്ന ഒരു പ്രക്രിയ. ഒരു ജനറേഷൻ വന്നു, അടുത്ത ജനറേഷന് നിങ്ങൾ ബാറ്റൺ കൈമാറുമ്പോൾ നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ചില ചേഞ്ചസ് അത് ആഗ്രഹിക്കുന്നുണ്ട്. നാച്ചുറലി സംഭവിക്കേണ്ട കാര്യമാണത്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒക്കെ കാരണങ്ങൾ വരും. ആ കാരണങ്ങളിൽ ഒരു പക്ഷേ നിങ്ങളാവാം നിമിത്തം, ഞാനാവാം നിമിത്തം, ഒരു പക്ഷേ വേറെ ആരെങ്കിലും ആവാം നിമിത്തം. അപ്പോൾ ഇതൊക്കെ ഇൻറ്റൻഷനലി ചെയ്യുന്നതാണെന്ന് ചോദിച്ചാൽ അല്ല, ഒരിക്കലും ഇൻറ്റൻഷനലി ചെയ്യുന്ന ഒരു കാര്യമല്ല. എൻ്റെ പാരൻ്റ് ഓർഗനൈസേഷനുമായിട്ട് ഒരു മത്സരത്തിനല്ല ഞാൻ ശ്രമിച്ചത്. ഒരിക്കലും അതിനുള്ള ഒരു വലിപ്പമുള്ള ഒരാളല്ല ഞാൻ എത്രയോ ചെറിയ ഒരു മെമ്പറാണ്. എന്നേക്കാൾ മുതിർന്ന, എന്നേക്കാൾ പൊട്ടൻഷ്യലുള്ള, അതിൽ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉള്ള ആളുണ്ട്. അപ്പോൾ എൻ്റെ പാർട്ടിയോട് കലഹിക്കാൻ ഞാൻ ആരുമല്ല. അപ്പം അതുകൊണ്ട് പാർട്ടിയുടെ ഉള്ളിൽ കലഹം ഉണ്ടാക്കുക എന്ന് പറയുന്ന വാക്ക് പോലും അപ്രസക്താണ്. എനിക്ക് എൻ്റെ ലീഡേഴ്സിനോട് സംസാരിക്കാനുള്ള സ്പേസ് ആവോളം കിട്ടിയിട്ടുണ്ട്. എത്ര തവണ എത്ര ആളുകൾ പറഞ്ഞു, കളിയാക്കി, ഈ പാർട്ടിയിൽ സ്ത്രീകൾക്ക് സ്ഥാനമില്ല, നിങ്ങൾ എന്തിനിതിൽ വർക്ക് ചെയ്യുന്നു, ഇതൊരു പുരുഷ മേധാവിത്വമുള്ള സംഘടനയാണ് എന്ന് എത്ര തവണ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ആ പാർട്ടിയുടെ തന്നെ ഫസ്റ്റ് MLA ആയിട്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഈ കാലയളവിൽ, അതായത് 2012 മുതൽ ഞാൻ മറുപടി പറയുന്ന ഒരാളാണ്. അങ്ങനെയല്ല, എൻ്റെ അനുഭവം അങ്ങനെയല്ല, നിങ്ങൾ നോക്കിക്കോളൂ, കാലത്തിനനുസരിച്ചിട്ടുള്ള തീരുമാനം എൻ്റെ പാർട്ടി എടുക്കുന്നുണ്ട്. എല്ലാ പാർട്ടിയും നിങ്ങൾ നോക്കി, എന്തിന് എൻ്റെ പാർട്ടിയെ കുറ്റം പറയണം എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ആൻഡ് അതും വളരെ ആക്സിഡൻ്റലി ഇങ്ങനെ ഒരു ടാഗ്, ഫസ്റ്റ് MLA ഇൻ ഓർഗനൈസേഷൻ എന്നുള്ള ഒരു ടാഗും എനിക്ക് തന്നെ ലഭിച്ചു എന്നുള്ളത് വളരെ യാദൃശ്ചികമായിട്ട് തോന്നുകയാണ്. എന്താണെങ്കിലും പാർട്ടി സംവിധാനത്തിൻ്റെ ഉള്ളിൽ ആർക്കാണോ സാധ്യതകളുള്ളത്, അത് പാർട്ടിക്കാണെങ്കിലും, പാർട്ടി എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് മാത്രമല്ലല്ലോ, സമൂഹത്തിനുള്ള ഒരു റിസൾട്ട് കൂടിയാണല്ലോ. അതിനനുസരിച്ച് ആളുകളെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, സോർട്ട് ഔട്ട് ചെയ്യാൻ, ഞാനതാ പറഞ്ഞത്, എനിക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എന്നേക്കാൾ കൂടുതൽ എൻ്റെ നേതാക്കന്മാർക്ക് കണ്ടെത്താൻ പറ്റിയത് കൊണ്ടായിരിക്കാം എന്നെ പേരാമ്പ്രയിലേക്ക് മത്സരിപ്പിക്കാൻ പറഞ്ഞയച്ചത്. പേരാമ്പ്ര ഒരിക്കലും സ്ത്രീകൾക്ക് പോലും സാധ്യതയുള്ള മണ്ഡലമായിട്ട് ആരും കണക്കാക്കിയിട്ടുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ പറയാനുള്ള കാര്യം, ആക്ഷേപങ്ങളോ പാർട്ടിയോട് കലഹിക്കലോ ഒന്നുമല്ല. സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ ഏത് സംഘടനയിലാണെങ്കിലും, അത് രാഷ്ട്രീയ സംഘടനയല്ല, സാമൂഹിക സംഘടനയല്ല, ഏത് സംഘടനയിലാണെങ്കിലും, അകത്താണെങ്കിലും പുറത്താണെങ്കിലും അത് സംഭവിക്കും. പക്ഷേ ഒരു കാര്യം, നമ്മൾ ഈ ഹരിത പേരൻ്റ് ഓർഗനൈസേഷൻ ഫ്രിക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ഈ നേതാക്കന്മാർ നേരത്തെ തന്നെ ഫാത്തിമയെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞല്ലോ. അതിൽ 2012 അവിടെ വെച്ചിട്ട് ആ നേതൃത്വം അനൗൺസ് ചെയ്യുകയും അന്ന് തൊട്ട് ഇന്ന് വരെ പല രീതിയിലും പാർട്ടി അതിൻ്റേതായിട്ടുള്ള ഘടകങ്ങളിൽ അക്കോമഡേറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയില്ലേ. അപ്പം എനിക്കൊന്ന് പാർട്ടിയിൽ തന്നെ ഒരു ജനറേഷണൽ ചേഞ്ച് ഓർഗാനിക് എന്ന് പറഞ്ഞ വാക്ക് നേരത്തെ ഉപയോഗിക്കും, അങ്ങനെ കൊണ്ടിരിക്കുകയായിരുന്നു ഒരു പക്ഷേ എന്ന് അനുമാനിക്കേണ്ടത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ അനുമാനിക്കേണ്ടി വരും നമുക്ക്. ലീഡർഷിപ്പ് കുറച്ചുകൂടെ, അതായത് കൺസ്ട്രെയിൻഡ് അല്ല എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഫുൾ ക്രെഡിറ്റ് അത് ലീഡർഷിപ്പിന് തന്നെയാണ്. അവർ ഇത്രയും ഫോഴ്സി ആയിട്ട് കാര്യങ്ങളെ കാണുന്നു എന്നുള്ളത്. ഇത് 2012 അങ്ങനെ ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയതുകൊണ്ട് ഇന്ന് എന്തായി? കേരളത്തിലെ ഏത് കോളേജുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, അവിടെ ഹരിത എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണത്. ഹരിത എന്ന് പറയുന്നത് MSF എന്ന് പറയുന്ന സംഘടനത്തിന് അടയാളപ്പെടുത്തുകയാണ്. യൂണിവേഴ്സിറ്റി യൂണിയൻ ഭരിക്കുന്നത്, അതിലെ ഭാരവാഹികളായത്, ഈവൻ ഞാൻ യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് മെമ്പറായിരുന്നു, ഫസ്റ്റ് ഇലക്റ്റഡ് വിമൻ മെമ്പറായിരുന്നു ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ. അവസരങ്ങൾ വരുന്നു. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൽ സമാഗതി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടാക്കി വിമൻ ജസ്റ്റിസിന് വേണ്ടിയിട്ട്. എങ്ങനെ നിങ്ങൾ എൻഷുർ ചെയ്യും, അതിന് വേണ്ടിയിട്ട് കമ്മിറ്റി ഉണ്ടാക്കി. എനിക്ക് അതിൻ്റെ ഭാഗമാവാൻ പറ്റി. അപ്പോൾ ഈ ഒരു ക്രൗഡ്, ഈ ഒരു ക്ലാസ് ഉണ്ടല്ലോ, ഇവർ റിമാർക്കബിൾ, നിങ്ങൾക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ക്യാമ്പസുകളിൽ ഒരു മാറ്റത്തിൻ്റെ കൂടി അവർ പിടിച്ചു. എല്ലാ ക്യാമ്പസിലും, എനിക്ക് കേരളത്തിലുടനീളം ഇപ്പോൾ അവർക്ക് യൂണിറ്റുകളുണ്ട്, വർക്ക്. ഇത് കാണുന്നത് 2012 അവരത് റിയലൈസ് ചെയ്യുന്നത്. അവരിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ജനറേഷനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. യെസ്, നിങ്ങൾ MSFലേക്ക് ഈ കുട്ടികൾ വരണം. MSFലേക്ക് കടന്നു വരണമെങ്കിൽ ദി ഡോർസ് ആർ ഓപ്പൺ. വാട്ട് ഈസ് ദ ഡോർ? ഇറ്റ് ഈസ് ഹരിത വരുന്നു. ഹരിതയിലൂടെ പെൺകുട്ടികൾ MSFലേക്ക് വരുന്നു. അവർ രാഷ്ട്രീയ മേഖലയിൽ ഇടപെടുന്നു.
അവർ സമരത്തിൻ്റെ ഭാഗമാകുന്നു, അവർ രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായങ്ങൾ പറയുന്നു. അതിലൂടെ നേർച്ചർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ ചെറിയ ആൾക്കാരല്ല, അവരൊരിക്കലും ചെറിയ ആൾക്കാരല്ല. അപ്പോൾ അവരാണ് ഇനി നെക്സ്റ്റ് ബാറ്റണായിട്ട് മുന്നോട്ട് പോകേണ്ട ആളുകൾ. ഇത് ലീഡേഴ്സിൻ്റെ കാഴ്ചപ്പാടാണ്. അവരത്രയും ദീർഘവീക്ഷണത്തോടെ കാണുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ നിങ്ങൾക്ക് ഒരിക്കലും അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. ഇതിനിടയ്ക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഇൻവിറ്റേഷൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു വലിയ ഇൻ്റർഫെയ്ത്ത് മീറ്റിങ്ങിന് പോയിരുന്നല്ലോ. 3 പേരായിരുന്നു തോന്നുന്നു ഇന്ത്യയിൽ നിന്ന് അവർ ക്ഷണിച്ചത്. അതിലൊന്ന് അഡ്വക്കേറ്റ് ഫാത്തിമ അല്ലേ? അതെന്തിനെ പറ്റിയായിരുന്നു? അത് എനിക്ക് ലഭിച്ചൊരു വലിയ ഭാഗ്യമാണത്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ ഒരു വലിയ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് നടന്നിരുന്നു വാഷിങ്ടൺ DC-യിൽ. അന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു യാത്രയായിരുന്നു അത്. ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP ഗവൺമെൻറ് ആയിരുന്നു. ശ്രീ നരേന്ദ്രമോദി PM ആയിരിക്കുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർഫെയ്ത്ത് മീറ്റിംഗ്. കേരളത്തിൽ അങ്ങനെ വിക്ടിംസ് ആയിട്ടുള്ള ആളുകളുടെ ഒക്കെ ഒരു മീറ്റിംഗ് ഗാദറിംഗ് ഒക്കെ അവിടെ നടന്നിരുന്നു. ആ മീറ്റിങ്ങിൽ ഇന്ത്യയിൽ നിന്ന് ഒരു പ്രതിനിധി പോലും ഉണ്ടായിട്ടില്ല. ഇവർ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നില്ല. ഗുജറാത്തിലെയൊക്കെ ഇഷ്യൂവിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഫ്രിക്ഷൻ നടക്കുമ്പം ഇന്ത്യ അമേരിക്കൻ ഗവൺമെൻറ്റും തമ്മിലൊരു അത്ര ഈസിലി ഗോയിങ് അല്ലാത്തൊരു സമയത്തായിരുന്നു എൻ്റെ യാത്ര. അപ്പോൾ ആ മിനിസ്റ്റീരിയൽ കോൺഫറൻസിൽ നമുക്ക് ഈ ഏഷ്യൻ സൈഡിലുള്ള രാജ്യങ്ങളുടെയൊക്കെ, അതായത് ഒരു ഫുൾ ഇവൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവർ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ മീറ്റിങ്സ് പോലെ ഗാദറിങ്സ് സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൽ ഏഷ്യൻ കൺട്രീസ് എന്നുള്ള ഈ വിക്ടിംസിൻ്റെയൊക്കെ ഗാദറിങ് നടന്ന സമയത്തൊക്കെ ഇന്ത്യനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചർച്ചകൾ, ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികളില്ല. അവർ ചോദിച്ചെങ്കിൽ ഇവിടെ നിന്ന് ആരും പറഞ്ഞു വിട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് സംസാരിക്കാനൊരവസരം ലഭിച്ചു. ഞാൻ എൻ്റെ വോയിസ് റേസ് ചെയ്തു. അവർ ഇന്ത്യനൊക്കെ കുറിച്ച് കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്, നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിൽ കേൾക്കുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ. അപ്പം ഐ മെയ്ഡ് മൈ സെൽഫ്, ഐ സെഡ് ദം, ഐ ആം കമ്മിങ് ഫ്രം കേരള. Kerala is a southern state where you can see the beautiful phases of secularism. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു ഇവിടെ അന്ന് ആരോ ഒന്ന് അവിടെ ഈ ബാബറി മസ്ജിദ് ഇഷ്യൂ ഒക്കെ കോട്ട് ചെയ്തിരുന്നു. ആ കോട്ട് ചെയ്ത സമയത്ത് എനിക്കത് പറയേണ്ടി വന്നു. ഞാൻ ആലോചിക്കുന്നത്, ഞാൻ വളരെ ആക്സിഡൻ്റലിയാണ് അവിടെ എത്തിപ്പെട്ടത്. എന്നെ ആരോ പറഞ്ഞയച്ച പോലെ, ഒരു മെസ്സഞ്ചർ പോലെയാണ് ഞാൻ എത്തിപ്പെട്ടത്. അപ്പം ഞാൻ ബാബറി മസ്ജിദ് ഇഷ്യൂവിനെ പറ്റി ആരോ കോട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, ബാബറി മസ്ജിദ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഞാൻ വരുന്നത് കേരളത്തിൽ നിന്നാണ്. ഞാനിവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ കേരളത്തിൽ ബാബറി മസ്ജിദ് ഇഷ്യൂ നടന്ന സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു സംഭവം എനിക്ക് പറയണമെന്നുണ്ട്. അമ്പലങ്ങളുള്ള, പള്ളികളുള്ള ഒരു സ്റ്റേറ്റാണ് എൻ്റേത്. ഒരുപാട് വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഐഡിയോളജിയുടെ നേതാവ് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, പ്രൊക്ലമേഷൻ നടത്തുകയാണ്, ഗോ ആൻഡ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ടെമ്പിൾസ്, ഡോണ്ട് അലൗ എനിബഡി ടു അറ്റാക്ക് ദീസ് ടെമ്പിൾസ് ഡ്യൂറിങ് ദാറ്റ് ബാബറി മസ്ജിദ് ടൈം എന്ന് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ആ സമയം ഞാൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഫുൾ സൈലൻ്റായി അതങ്ങ് പറഞ്ഞപ്പോൾ. കാരണം അവരുടെയൊക്കെ ബ്രെയിനിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പിക്ചർ അല്ലായിരുന്നു ഞാൻ സംസാരിക്കുന്നത്. അത് പറഞ്ഞ് ഞാൻ ആ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പം ഒരാൾ, ഒരു വയോധികൻ, അങ്ങനെ നിൽക്കുന്ന ഒരു വാർദ്ധക്യത്തിൻ്റെ ആ ലെവലിൽ നിൽക്കുന്ന ഒരാൾ, ഒരു താടിയൊക്കെ ഉണ്ട്, അയാൾ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, പ്ലീസ് സ്റ്റോപ്പ്, ഐ വോണ്ട് ടു ടോക്ക് ടു യു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ യു നോ ഹു ഐ ആം ഫ്രം കാശ്മീർ എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ കാശ്മീർ എന്നുള്ള ഒരാളാണ്. മോൾ എത്ര ദിവസം ഇവിടെ ഉണ്ട്? അദ്ദേഹം കോൺവെർസേഷൻ വാസ് ഇൻ ഇംഗ്ലീഷ്. ഞാനത് ഒന്നും കൂടെ എൻ്റെ ഡെപ്തിൽ പറയാൻ വേണ്ടി പറയാം. എത്ര ദിവസം ഉണ്ട്? ഐ വോണ്ട് യു ടു ഇൻവൈറ്റ് ടു മൈ ഹോം, മൈ ഫാമിലി ഈസ് വെയിറ്റിംഗ് ഫോർ യു. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെട്ടിട്ടല്ല ഇങ്ങോട്ട് വന്നത്, കാശ്മീർ ഞാൻ ഇങ്ങോട്ട് മാറിയതാണ്, എൻ്റെ ഹോൾ ഫാമിലി ഇങ്ങോട്ട് വന്നതാണ്, എൻ്റെ ഹോമാണ്. അപ്പോൾ ഇത് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ നാട്ടുകാരിയായിട്ടുള്ള ഒരാളിവിടെ വന്നു, നിങ്ങളവിടെ വന്നത് ആക്സിഡൻ്റലി ആണ്, എനിക്ക് വേണമെങ്കിൽ തീരുമാനിക്കായിരുന്നു, നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഇത് തരും,
എവിടേക്കാണ് ഇന്ന ഇത് നടക്കുന്നത്, പ്രോഗ്രാം ഈവൻറ്റ്സ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഏഷ്യൻ കൺട്രീസിലുള്ള ആളുകൾ അവിടുത്തെ വിക്ടിംസ് വരുന്നൊരു സ്ഥലം എന്നുള്ള രൂപത്തിൽ അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ആ സമയത്ത് ഇതിങ്ങനെ സംസാരിക്കുന്നു, ഒരു റൗണ്ട് ടേബിളിൽ ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ ഇതിന് മറുപടി പറയുന്നു. ആ മൊമെൻറ്റിൽ എനിക്ക് എൻ്റെ രാജ്യത്തിനെ കുറിച്ച് അവരുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു കാര്യത്തിനെ മാറ്റാൻ അതിനൊന്ന് ടേൺ ഔട്ട് ചെയ്തിടാൻ എനിക്ക് സാധിച്ചു. അപ്പം അങ്ങനത്തെ അവസരങ്ങളുണ്ടായി. മിനിസ്റ്റീരിയൽ കോൺഫറൻസിന് പോയ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ട്, എൻ്റെ യാത്രയിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊരു മിഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമായിരുന്നു. ഇൻഡോ ഫെയ്ത്ത് എന്ന് പറയുമ്പം എങ്ങനെയാണ് കമ്മ്യൂണിറ്റി അവിടെ ജീവിക്കുന്നത്. അപ്പം ഞാൻ യൂട്ട എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിലേക്കാണ് എന്നെ വിട്ടത്. യൂട്ട ഇസ് ലൈക്ക് അവിടുത്തെ മൈനോറിറ്റീസ് താമസിക്കുന്ന ഒരു സ്ഥലമാണത്. യൂട്ട ഗവൺമെൻറ് മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ ഗവേൺ ചെയ്യുന്നൊരു സ്റ്റേറ്റാണത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ റൺ ചെയ്യുന്നത്, അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിക്കാൻ പറ്റി, എങ്ങനെയാണ് ഈ റിലീജിയസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നടക്കുന്നത്, ഇങ്ങനെ ഏറ്റവും സിവിക് സൊസൈറ്റിയുടെ റോൾ എന്താണ്, അങ്ങനെ ഒരു വലിയ പഠനം എനിക്ക് നടത്താൻ പറ്റി. ഇപ്പോഴും ഞാൻ ആ ടീമിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഞങ്ങളൊരു 29 ആളുകൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ടീമിനെയാണ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ തായ്ലൻഡിലൊരു പ്രോഗ്രാം റൺ ചെയ്തു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകണം. ഗ്ലോബലി എല്ലാത്തിനും അപ്പുറത്തേക്ക് ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ദ ബിഗ്ഗസ്റ്റ് ആശയം. പരസ്പരം നമുക്ക് ജീവിക്കാൻ പറ്റുക. ബാക്കിയെല്ലാം വേറെയാണ്. നമ്മളെ ഫെയ്ത്തുകളൊക്കെ വേണം. ആ ഫെയ്ത്തുകൾ എന്ത് ചെയ്യണം? പരസ്പരം ബഹുമാനത്തോടെ നിങ്ങളെ ജീവിതത്തിന് എളുപ്പമാവുന്ന കാര്യമാക്കിയിട്ട് മാറ്റണം. എനിക്ക് എൻ്റെ വിശ്വാസത്തിന്, നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസത്തിന്, എല്ലാം എനിക്കും നിങ്ങൾക്കും ഉപകരിക്കുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റുക. അപ്പോൾ ഞാൻ നിങ്ങളോട് മിനിസ്റ്റീരിയൽ കോൺഫറൻസിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇറ്റ് വാസ് ലൈക്ക് എ 27 days ജേർണി. അത് കുറച്ചധികം പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അത് വി വിൽ ഹാവ് എ മോർ ഡീറ്റെയിൽഡ് സം ടൈം ലേറ്റർ. അപ്പം എനിക്ക് പറഞ്ഞല്ലോ ഒരു കാര്യം, പാണക്കാട് ശിഹാബ് തങ്ങൾ അല്ലേ, മുഹമ്മദ് ശിഹാബ് തങ്ങൾ നിങ്ങൾ ടെമ്പിളിൻ്റെ മുമ്പിൽ പോയിരുന്നിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ അത് ബാക്കിയുള്ള ഇതര സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു റോൾ അതാണല്ലോ. മെയിൻ സ്ട്രീം കോalitional പൊളിറ്റിക്സിൽ ഒരു അഭിവാജ്യ ഘടകമാണ് മുസ്ലിം ലീഗ്. അങ്ങനെയാണ് ഈ ലൂനറ്റിക് ഫ്രിഞ്ച് എലിമെൻസിൻ്റെ ആ പെരിഫറിയിൽ നിർത്തി മാത്രം ഒതുക്കി നിർത്തുന്നത്. പക്ഷേ അവരെപ്പറ്റിയും ലീഗിനെ പറ്റിയും ഒത്തിരി കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്: പുരുഷ മേധാവിത്വം, കൺസർവേറ്റീവ് അല്ലേ, യാഥാസ്ഥികത്വം, ഇതൊക്കെയാണ്. പക്ഷെ അവിടെ നിന്നാണ് ഇപ്പം അഡ്വക്കേറ്റ് ഫാത്തിമ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു പുതിയ ഓപ്പണിങ്. കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് തന്നെ മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലേക്ക് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ലതായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നല്ലൊരു പ്രൊഫഷണലാണെങ്കിൽ, നിങ്ങൾക്ക് ഓർഗനൈസേഷണൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അറച്ചു നിൽക്കേണ്ട കാര്യമില്ല. മുസ്ലിം വനിതകൾക്ക് ഇനി അങ്ങയുടെ പാത പിന്തുടരാം എന്നുള്ളൊരു വലിയ സന്ദേശം ഇതിനകത്തുണ്ടെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അങ്ങനെ ഒരു ജനറേഷണൽ ചേഞ്ച് പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇതിന് ഞാൻ ആൻസർ ചെയ്യുമ്പം അതൊന്നുകൂടെ കൺസ്ട്രെയിൻഡ് ആയിട്ട് ആൻസർ ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട്. ഞാൻ അതിനെ കൂടെ അങ്ങ് മാറ്റുക. നമുക്ക് ഇങ്ങനെ ഫ്രെയിംസിൻ്റെ ആവശ്യമില്ല. എനിബഡി, എനി ഗേൾ അല്ലെങ്കിൽ any lady who wish to come and act in politics, there is a big space for you. നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഞാൻ പറയട്ടെ, സാധ്യതകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈസിയാണെന്ന് വിചാരിക്കരുത്. നോട്ട് ബെഡ് ഓഫ് റോസസ്, ഒരിക്കലും അല്ല. നിങ്ങൾ ത്യാഗം ചെയ്യാനും റെഡി ആവണം. നിങ്ങൾക്ക് സപ്പോർട്ടീവ് സിസ്റ്റമായിട്ട് ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലി പോലും ഉണ്ടാവില്ല, നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളുണ്ടാവില്ല, നിങ്ങളെന്നും സംസാരിക്കുന്ന ആളുണ്ടാവില്ല. അപ്പം പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരേ ഒരാളാരാന്നറിയോ? അത് നിങ്ങളും നിങ്ങളുടെ മൈൻഡുമാണ്. നിങ്ങളുടെ മൈൻഡ്, നിങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള ഉണ്മ, ദ പെർഫെക്റ്റ് വേർഡ് എന്ന് ഉണ്മ എന്ന് പറയാം. ആ കാര്യം നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്നുള്ള ബോധ്യം, നിങ്ങളെ മുന്നോട്ട് ചലിപ്പിക്കുന്നത് നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ കോൺഷ്യസ്നെസ്സും ആവുക. അതിനോട് നീതി പുലർത്തുക. നിങ്ങൾക്ക് നിങ്ങളോട് നീതി പുലർത്തുക. നിങ്ങൾക്ക് ഒപ്പീനിയനുകളൊക്കെ ഒരുപാട് കേൾക്കും.
അപ്പോൾ അതിലേക്ക് എന്താ പറയുക ലീൻ ചെയ്ത് പോവാതെ ശരിയും തെറ്റും പ്രോസസ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയാൽ ഡെഫിനറ്റ്ലി പ്ലീസ് കം, ഇതിലേക്ക് വരൂ. നിങ്ങൾക്ക് സ്പേസ് ഉണ്ട്, നിങ്ങൾക്കേ ചേഞ്ച് മേക്കേഴ്സ് ആവാൻ പറ്റൂ. എത്ര പുരുഷന്മാർ വന്നാലും അതിലൊരു 2 സ്ത്രീ വന്നാൽ അതൊരു വലിയ മാറ്റമാണ്, ഇത് വലിയ ചേഞ്ചാണത്. കാരണം സ്ത്രീകളെ പ്രോസസ്സിങ്, സ്ത്രീകളുടെ വേ ഓഫ് ആക്ടിങ്, അവരുടെ പിന്നെ എന്താ പറയുക ഇൻ്റർഫിയറൻസ്, ഇതൊക്കെ ഡിഫറെൻ്റാണ്. ഇത് വളരെ ഡിഫറെൻ്റാണ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഈ യാത്രയിൽ, ഈ പ്രയാണത്തിൽ ഏറ്റവും വലിയ സപ്പോർട്ടീവ് ഘടകം ഏതായിരുന്നു? ഫാമിലി എങ്ങനെയായിരുന്നു? എൻ്റെ ഫാമിലി നമുക്കറിയാലോ, ഞാൻ വളരെ ഒരു പിന്നെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പൊളിറ്റിക്സിലൊന്നും പ്രത്യേകിച്ച് ഒരു സ്ത്രീ പോലും എനിക്ക് മുമ്പിൽ അങ്ങനെ വഴികാട്ടിയിട്ടില്ല. ഉപ്പയും ഉമ്മയും എൻ്റെ ബ്രദേഴ്സും അവർ ആഗ്രഹിച്ചിരുന്നത് ഒരു പക്ഷേ എന്നെ ഒരു ഡോക്ടറായി കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. എന്നെ അങ്ങനെ കുറേ അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു രാവിലെ നമ്മൾ ബാഗ് എടുത്ത് പോയി വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായിട്ട് ഒരു പക്ഷേ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകും. അതിലും ഞാൻ നിന്നില്ല. അപ്പോൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഫ്രെയിമിനകത്തല്ലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അത് ഡിസ്കസ് ചെയ്യുമായിരുന്നു വീട്ടിൽ, എൻ്റെ ആസ്പിറേഷൻസ് ഒക്കെ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ അവരത് ഒപ്പോസ് ചെയ്യുമായിരുന്നോ? അതിന് എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, പണ്ട് മുതലേ ഞാൻ എൻ്റെ ഫാമിലീൻ്റെ അകത്ത് എനിക്കൊരു തീരുമാനങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്, എനിക്കൊരു നിലപാട് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ആരെങ്കിലും അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുന്ന ഒരാളല്ല. എനിക്കതിലൊരു വ്യത്യസ്തത ഉണ്ടെങ്കിൽ ഞാനതെപ്പോഴും മാർക്ക് ചെയ്തിട്ടേ പോവാറുള്ളൂ. അത് ഒരു പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വളരെ കാമായിട്ട്, വളരെ സെറ്റിൽഡായിട്ട്, കാമായിട്ട് ഒരു മകളെ വളർത്തി വലുതാക്കാൻ ഒരു പിതാവോ മാതാവോ ആഗ്രഹിക്കുമ്പോൾ അതിന് പറ്റാതെ പോയിട്ടുള്ള ഒരാളാണ് എൻ്റെ പാരൻസ്. അവർക്ക് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ, ഞാൻ എല്ലാ പ്രയാസങ്ങളും സഹിക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷേ എൻ്റെ പാവപ്പെട്ട പാരൻസ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ബ്രദേഴ്സ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ LLB ചൂസ് ചെയ്യുന്നത് പോലും ഒരുപാട് ആളുകളുടെ താല്പര്യക്കുറവിൽ നിന്നാണ്, ഇഷ്ടക്കേടുകളിൽ നിന്നാണ്. എന്നെ നിർബന്ധിപ്പിച്ച് എക്സാം എഴുതിപ്പിച്ചത്, എൻട്രൻസ് എക്സാം എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ഒരു എക്സാം ഞാൻ എഴുതി, ബാക്കി ഞാൻ എഴുതിയിട്ടില്ല. അത് നിർബന്ധിപ്പിച്ച് എക്സാം എഴുതാൻ വേണ്ടി കൊണ്ടുപോയൊരു ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ഏരിയ അതല്ല എന്ന് എനിക്കറിയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ആഗ്രഹിക്കുന്ന പോലെ അവരൊക്കെ അന്ന് എന്നെ വെച്ചിരുന്നൊരു ഫ്രെയിമിനകത്തല്ല ഞാൻ വളർന്നിട്ടുള്ളത്. അതിൽ എൻ്റെ പാരൻസിന് ഒരുപാട് കഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്, അതെനിക്ക് ഉറപ്പാണ്. അവരത് പറഞ്ഞാലും ഇല്ലെങ്കിലും, പ്രത്യേകിച്ച് എൻ്റെ ചുറ്റുപാടും അങ്ങനെയല്ല. എൻ്റെ നാട്ടുകാരും ഇങ്ങനെ ഒരു പെൺകുട്ടി ഒന്ന് ലോയർ ആവാൻ വേണ്ടിയിട്ട് LLB എൻട്രൻസ് എഴുതാൻ പോയി, എൻട്രൻസിൻ്റെ റിസൾട്ട് വന്ന് ഇനി ലോ കോളേജിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ സമയത്തൊക്കെ എൻ്റെ ഫാമിലിക്കൊക്കെ ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, ഒരുപാടുണ്ട്. അത് കഴിഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞ എക്സ്ക്യൂസ് എടുത്തത്, ഓക്കെ LLB ആണെങ്കിൽ കോർട്ട് റൂം പ്രാക്ടീസ് ആവണമെന്നില്ലല്ലോ, വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യാമല്ലോ, അങ്ങനെ പറഞ്ഞൊരു എക്സ്ക്യൂസ് എടുത്തു. പക്ഷേ ഞാൻ പിന്നെ കോർട്ട് റൂമിൽ പോയി, അത് വേറെ കാര്യം. അപ്പോൾ ഹൗ എവർ ഈസി അല്ലായിരുന്നു. ഇതിൽ ത്യാഗം സഹിച്ച ആൾക്കാർ എൻ്റെ ഫാമിലി തന്നെയാണ്, എൻ്റെ കുടുംബം തന്നെയാണ്. ആ സ്ട്രഗിൾ വളരെ എവിഡൻ്റ് ആണ്. നമ്മൾ കംപ്ലീറ്റ് ഫാത്തിമയുടെ ഈ കംപ്ലീറ്റ് ചരിത്രവും നമ്മൾ വായിച്ചിട്ടില്ലെങ്കിലും, പക്ഷേ അതിനകത്ത് ഏറ്റവും ക്ലിയറായിട്ട് വരുന്ന ഒരു തീം എനിക്ക് മനസ്സിലായിട്ടുള്ള ദ സ്ട്രഗിൾ. നൗ യു സെഡ് അബൌട്ട് യുവർ ഫാമിലി ആൻഡ് വി നോ ലിറ്റിൽ അബൌട്ട് ഹരിത. ഇതെല്ലാം ഒരു സ്ട്രഗിളുണ്ട്. ബട്ട് ആ സ്ട്രഗിളിൻ്റെ കൂട്ടത്തിൽ യു ആർ ഏബിൾ ടു മെയിൻറ്റെയിൻ യുവർ ഇക്വാനിമിറ്റി ആൻഡ് നോട്ട് ബീങ് ബ്ലോൺ ഓവർ വിത്ത് ഫീറ്റ് ഫേംലി ഓൺ ദ ഗ്രൗണ്ട്. അത് അത്രമാത്രം ഒരു പേഴ്സണാലിറ്റി ആണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. മുഫ്തി മുഹമ്മദ് കാശ്മീർ വല്ലപ്പോഴും സാദൃശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഓ നോ, എനിക്ക് പേടിയൊന്നും അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റിയ അങ്ങനെ തോന്നുന്നില്ല എനിക്ക്. അതെ, വെരി ഗ്രേറ്റ് പേഴ്സണാലിറ്റി. അറിയില്ല,
അതിനൊന്നും ഞാൻ ആള് പോലും അല്ല. പിന്നെ എനിക്ക് തോന്നുന്നു വളരെ നേരത്തെ തന്നെ സൈബർ ബുള്ളിങ്ങിനെതിരായിട്ടും വിമൻസ് റൈറ്റ്സിനെതിരായിട്ടും സ്ഥിരമായിട്ട് ക്യാമ്പയിൻ ചെയ്യുമായിരുന്നു. വേഴ്സസ് ക്യാമ്പയിൻ MSFൻ്റെ പ്ലാറ്റ്ഫോമിലാണോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇക്കാര്യത്തിൽ വളരെ ആക്റ്റീവായിരുന്നു? ഞാൻ പൊളിറ്റിക്സിൽ ആക്റ്റീവായ സമയം മുതൽ എനിക്ക് കിട്ടിയ എല്ലാ പ്ലാറ്റ്ഫോംസും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയ ആണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ വളരെ ആക്റ്റീവായിട്ട് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്ന സ്ഥലമാണ്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടൊരു പെൺകുട്ടി വന്ന് സ്റ്റേറ്റ്മെൻറ്റ് പറയുകയും നിലപാട് പറയുകയും ചെയ്യുമ്പം ഒബ്വിയസ്ലി അറ്റാക്ക് എന്തായാലും ഉണ്ടാവും. പിന്നെ ഒരാളും റെഗുലേറ്റ് ചെയ്യാനില്ലാത്ത സ്ഥലമാണ് സോഷ്യൽ മീഡിയ. എത്ര ഫേസസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം, എത്ര ഫേക്ക് IDs വേണമെങ്കിലും ഉണ്ടാക്കാം, എത്ര തവണ വേണമെങ്കിലും നിങ്ങളെ ചീത്ത വിളിക്കാം. അപ്പോൾ അതിനൊക്കെ സ്കോപ്പുള്ളൊരു സ്ഥലത്ത് കയറിയിട്ടാണ് ഞാൻ ഈ പറയുന്ന ഡയലോഗ്സ് പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഇതിൻ്റെ അതർ സൈഡ് കാണാനും എനിക്ക് പറ്റണമല്ലോ. അപ്പോൾ ആദ്യം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്തും സഹിക്കാൻ റെഡിയാണ്. പക്ഷേ എൻ്റെ കൂടെയുള്ള ആൾക്കാർ അവർ വളരെ പാവപ്പെട്ടവരാ. അവരൊരു പക്ഷെ ഞാൻ പൊളിറ്റിക്സിലേക്ക് വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകളാണ്. ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും. അവർക്ക് പേടിയാണ് ഞങ്ങളെ കുട്ടി ഇങ്ങനെ പോയിട്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അവൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ, അവൾ പോയാൽ സേഫ് ആവുമോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും പാരൻസ് അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻസ് അല്ലേ. അപ്പോൾ അതുകൊണ്ടുള്ള കുറേ പ്രശ്നങ്ങൾ. പിന്നെ അവരെ എന്താ പറയുക, ചീത്ത വിളിക്കുമ്പം സ്വാഭാവികമായിട്ടുണ്ടാകുന്നത് അതൊക്കെ തുടക്കത്തിലേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ എന്നെ ആരെന്ത് വിളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത്, സോഷ്യൽ ബുള്ളിങ്, ഇപ്പോൾ ഈ സൈബർ ബുള്ളിങ്ങിലൊക്കെ ഉള്ള ഒരു സംഭവം, പണ്ട് നമുക്ക് ഈ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞതിനെ ഓക്കെ അത് സോഷ്യൽ മീഡിയയിലല്ലേ ഡിജിറ്റലി അല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇത് രണ്ടും വളരെ കണക്റ്റഡാണ്. സോഷ്യൽ മീഡിയ ബിക്കെയിംസ് യുവർ റിയൽ ലൈഫ്. അതായി മാറിക്കഴിഞ്ഞു. നിങ്ങൾ ഇന്ന് പുറത്ത് ഫിസിക്കലി ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ജീവിക്കുന്നത് ഇന്ന് ഡിജിറ്റലിയാണ്. ആ ലോകമാണിത്. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഇവിടെ ഒരു ഫിൽട്രേഷൻ വേണം, റെഗുലേഷൻ വേണം. നിങ്ങളെ കയറിയിട്ട്, നിങ്ങൾ നാട്ടിൽ പോലീസുകാരുണ്ട്, നിങ്ങളൊരാൾ അടിക്കാൻ വന്നാൽ ആ പോലീസിന് ആക്ഷൻ എടുക്കാൻ പറ്റും, അസോൾട്ടിന് കേസ് എടുക്കാൻ പറ്റും. ബട്ട് വെൻ ഹീ ഈസ് ഡൂയിങ് ദിസ് ഇൻ സോഷ്യൽ മീഡിയ, വാട്ട് ഈസ് ദ എഫക്റ്റ്? വെർ ഇസ് യുവർ പോലീസ്? വെർ ഇസ് ദ റെഗുലേറ്ററി മെക്കാനിസം? ഇല്ല. അപ്പോൾ സോഷ്യൽ മീഡിയ പോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒരു റെഗുലേഷൻ കൊണ്ടുവരൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ടൈമാണിത്. ഇറ്റ്സ് ഹൈ ടൈം നൗ. അത് ഇപ്പോഴത്തെ ഞാൻ പറയുന്നത് ഈ ജനറേഷൻ്റെ മാത്രമല്ല, ഇനി എല്ലാവരും ജീവിക്കുന്നത് ഈ ലോകത്താണ്. അപ്പോൾ ഒരു റെഗുലേറ്ററി മെക്കാനിസം കൊണ്ടുവരട്ടെ. നിങ്ങളെ ചീത്ത വിളിക്കുന്ന ആളാരാന്ന് കാണട്ടെ, നിങ്ങൾ വേർബലി ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ആരാന്ന് കാണട്ടെ. മുഖം മൂടി അണിഞ്ഞുകൊണ്ട് എന്തും പറയാൻ പറ്റുന്ന ഒരു അനുവാദം ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കരുത്. അതിന് സ്റ്റേറ്റ് ഇടപെടണം. ഞാൻ ഈ പറയുന്ന അസംബ്ലിയിൽ ഒരു മെമ്പറായിരിക്കുന്നത് കൊണ്ട് എൻ്റെ ഒരു വലിയ ആഗ്രഹമുണ്ട്. എന്നെ പ്രതീക്ഷയായി കാണുന്ന, അല്ലെങ്കിൽ ഞാൻ ഈ കേരളത്തിലെ ഒരുപാട് ആളുകളുടെ പ്രതിബിംബമാണ്. ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണത്. എൻ്റെ ഇലക്ഷൻ വിക്ടറിയിൽ ഞാൻ ജയിച്ചതല്ല, അവർ ജയിച്ചതായിട്ട് കാണുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ. അത് എൻ്റെ ഈ തട്ടിട്ടവർ മാത്രമല്ല, പൊട്ട് തൊട്ടവർ, കുരിശുമാലിട്ടവർ, മതമില്ലാത്തവർ, എന്നെ ഒന്ന് ഹഗ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കുട്ടികൾ എവിടെ നിന്നാണ് കാണാൻ പറ്റുക. എനിക്കൊന്നുമല്ല, ഒരു സെക്കൻഡ് മതി ഹഗ് ചെയ്യാനാന്ന് പറഞ്ഞിട്ട്. ഒരുപാട് ജേർണലിസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അവർ പറഞ്ഞത് എന്താ അറിയോ, തേലിയ ഏത് പൊളിറ്റിക്കൽ ഇതാണെന്ന് ഞങ്ങൾക്ക് വിഷയമല്ല, മതമൊന്നും വിഷയമല്ല, പക്ഷെ തേലിയ ജയിക്കണം, അത് ഞങ്ങൾ ജയിച്ച പോലെയാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതിബിംബമാണ് ഞാൻ, അവരാണ് ഞാൻ. അപ്പോൾ അവരാഗ്രഹിക്കുന്ന ഒരു കാര്യം എനിക്ക് നിയമസഭയിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ സോഷ്യൽ മീഡിയയിലുള്ള റെഗുലേഷനാണ്. നിങ്ങളങ്ങ് വിട്ടുകൊടുക്കരുത്. ഇതിപ്പോൾ അങ്ങ് വലിച്ചിട്ടതാ, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, നിങ്ങളെ കൊത്തി വലിക്കാൻ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിൽ ഈ സൈബർ ലോ കൊണ്ടുവന്ന് കേസ് എടുത്തത് കൊണ്ട് തീരില്ല. ഒരു സിംഗിൾ ഇൻസ്റ്റൻസിനല്ല നിങ്ങൾ പരിഹാരം കാണേണ്ടത്, ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് കാണേണ്ടത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനെയൊക്കെ മാനേജ് ചെയ്യാൻ പഠിച്ചെങ്കിൽ, എല്ലാവരും ഇതേപോലെ മാനേജ് ചെയ്യാൻ പഠിച്ചവരല്ല. എല്ലാവർക്കും ഇതേപോലെ ഹൃദയത്തിന് ഇത്ര ഒരു തീരുമാനം എടുക്കാനോ ഫീബിളാണ്. നമ്മൾ ഇമോഷൻസ് എപ്പോഴാണ് വർക്കൗട്ട് ചെയ്യാൻ പറയാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു നിയന്ത്രണവും നിയമമൊക്കെ കൊണ്ടുവരണം നമുക്ക്. ഓക്കെ, പാരൻസിനെ പറ്റി പറഞ്ഞു, ഹസ്ബൻഡിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ ഹസ്ബൻഡ് ഹീസ് എ ലോയർ പ്രാക്ടീസിങ് ബാക്ക് ഇൻ ഹൈക്കോർട്ട്, ഷഹസാദ്, അഡ്വക്കേറ്റ് ഷഹസാദ്. പിന്നെ അങ്ങനെ പൊതുരംഗത്തേക്ക് വരാനും മീഡിയൻ്റെ മുമ്പിൽ വരാനും ഫോട്ടോയിലേക്ക് വരാനും ഒന്നും ഒരു താല്പര്യമില്ലാത്തൊരു വ്യത്യസ്തനായിട്ടുള്ള മനുഷ്യനാണ്.
ഹീസ് എ ജെം ഓഫ് എ ലൈക്ക് പേഴ്സൺ അങ്ങനെ. പക്ഷേ ഈ ഇലക്ഷൻ സമയത്ത് മൂപ്പര് കുറച്ച് പ്രത്യക്ഷപ്പെട്ടു പോയി. അതിലാൾ കുറച്ച് ഖേദിക്കുന്ന ഒരാൾ കൂടിയാണ്. എൻ്റെ ലൈഫിൻ്റെ ഒരു വലിയൊരു ഭാഗം ഞാൻ ജീവിച്ച് തുടങ്ങിയത് ഒരു പക്ഷേ ആഫ്റ്റർ മാരേജ് ആയിരിക്കും. ആഫ്റ്റർ മാരേജ് ആയിരിക്കും. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അത്. എൻ്റെ പാരൻസിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരെ തൃപ്തിപ്പെടുത്തേണ്ട. ഞാനതാ പറഞ്ഞത്, അവർ വെച്ചിട്ടുള്ളൊരു ഫ്രെയിമിലല്ല ഞാൻ സഞ്ചരിച്ചത്. അത് അങ്ങനെ ഒരു മകളെ അവരാഗ്രഹിച്ചിരുന്നിരിക്കാം. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിലുള്ളൊരു വലിയ പ്രയാസം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചായില്ല ഞാൻ എന്നുള്ളതാണ്. പക്ഷേ അത് കഴിഞ്ഞു. പിന്നെ വിവാഹത്തിന് ശേഷം തീർച്ചയായിട്ടും എൻ്റെ മുമ്പിലുള്ള പ്ലാറ്റ്ഫോമിൻ്റെ ആ വിഡ്ത്ത് എനിക്ക് കാണാൻ പറ്റി. ഞാൻ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഇറങ്ങി പുറപ്പെടാൻ പറ്റി. ആരെയും പ്രീതിപ്പെടുത്താനോ ആരെയും എന്താ പറയുക, എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിലോ എൻ്റെ പ്രൊഫഷണൽ ലൈഫിലോ ഇൻ്റർഫിയർ ചെയ്യാതെ എനിക്ക് വ്യക്തിത്വം വളരെയധികം ലഭിച്ചു തുടങ്ങിയൊരു സമയം അന്ന് മുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബഹുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കീപ്പ് ചെയ്തുകൊണ്ട് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏത് മനുഷ്യന് ലഭിക്കുന്ന വലിയ അവസരം. അപ്പോൾ അങ്ങനെ ഒരു വലിയ അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. താങ്ക് യു. ഐ ആം ഫോർച്ചുനേറ്റ്, നോ ഡൗട്ട്. വെരി ഗുഡ്. എന്നിടയ്ക്ക് മുനിസിപ്പൽ കൗൺസിലർ ആയിരുന്നില്ലേ? ആ കോൺസ്റ്റിറ്റ്യുവൻസി ചെയ്തിരുന്നു 135 days ഞാൻ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കുറ്റിച്ചിറ ഡിവിഷനിലെ കൗൺസിലറായിട്ട്. ഓൾ ഗുഡ് തിങ്സ്. എല്ലാം വളരെ ഓപ്പൺ ആയിട്ട് നമ്മളോടൊക്കെ കുറേ സംസാരിച്ചു. കുറ്റിച്ചിറയെന്ന് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതല്ല, അത് കള്ളത്തരമായിരിക്കും അങ്ങനെ പറയുന്നത്. ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, CH മുഹമ്മദ് കോയ കുറ്റിച്ചിറയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ലേറ്റർ ഹി ബിക്കെയിം ദ ചീഫ് മിനിസ്റ്റർ, though for a very brief period. So this child of Kutichira, then let there be a great opening for you, just like CH മുഹമ്മദ് കോയ. ഏറ്റവും ടവറിംഗ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി അല്ലായിരുന്നു. മുസ്ലിം ലീഗിൽ നിന്ന് വന്നിട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ചോദിച്ച് വാങ്ങിച്ച് അല്ലേ സ്വന്തം കമ്മ്യൂണിറ്റിയെ അല്ലേ. So wish you all the best. Thank you. And I am definitely a child of കുറ്റിച്ചിറ. എൻ്റെ കുറ്റിച്ചിറയിലുള്ള ആൾക്കാരൊക്കെ ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും. അവരെന്നോട് പേരാമ്പ്രയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞത് ഞങ്ങളെ മറന്നു പോകരുത് എന്നാ. ഡെഫിനറ്റ്ലി ഞാൻ കുറ്റിച്ചിറയിലെ ഒരു കുട്ടിയാണ്. You will go places. There is no doubt about that. Thank you. Till we meet, this is John Mary.